അപ്പോത്തിക്കരി എന്ന് പറയുന്നത് ഒരു മരുന്ന് കൈകാര്യം ചെയ്യുന്നയാൾ. ഡോക്ടറാവാം, ഒരു ഫിസിഷ്യനാവാം, ഒരു 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 ഫാർമസി ആവാം, അവിടുത്തെ ഒരു ഫാർമസിസ്റ്റ് ആവാം. അങ്ങനെ മരുന്ന്, അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഔഷധം കൈകാര്യം ചെയ്യുന്ന ആൾ, മൊത്തത്തിൽ ഡോക്ടർ എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്പോത്തിക്കരി എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഭാഷയാണ്, വാക്കിൻ്റെ പുതിയ വ്യാപ്തിയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലവുമാണ്. ഇത് ഗ്രീക്കോ ലാറ്റിനുമാണ് ഈ വാക്ക്. അപ്പോത്തിക്കരി എന്നത് ഈ സിനിമയിൽ എങ്ങനെ ഒരു പ്രസക്ത ടൈറ്റിലാവുന്നു എന്ന് ചോദിച്ചാൽ, കോൺസെപ്റ്റ് ഓഫ് എ ട്രൂത്ത്ഫുൾ ഡോക്ടർ, ഒരു സത്യസന്ധനായ, ഒരു നേർവഴി മാത്രം, നേർഗതിക്ക് മാത്രം, സദ്ഗതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഡോക്ടർ എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ഈ പടത്തിന് ഡോക്ടർ എന്നും പേരിടാം. പക്ഷേ ഡോക്ടർ എന്ന് പറയുന്നിടത്തുനിന്ന് അപ്പോത്തിക്കരി എന്ന് പറയുന്ന ഇമോഷണൽ കോൺസെപ്റ്റ് ഉണ്ട്, അത് വളരെ ദൂരെയാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലൈമാക്സിൽ ഞാൻ പറയുന്ന ഡയലോഗ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് പെട്ടിയിൽ മരുന്ന് നിറച്ച് അതും തൂക്കിപ്പിടിച്ച് വരുന്ന ഒരു പറ്റം ഡോക്ടർമാരുണ്ടായിരുന്നു. അധസ്ഥിതരുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്ന ഡോക്ടർമാർ. അവരുടെ പരിലാളനമേറ്റ് നെഞ്ചോട് ചേർത്ത് ജനങ്ങൾ അവരെ വിളിച്ചു അപ്പോത്തിക്കരി. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അധസ്ഥിത വിഭാഗത്തിൻ്റെ ഒരു നല്ല സ്ലൈസ് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ആസിഫ് അലിയുടെയും കവിതാ നായരുടെയും ഒരു കൊച്ചു കുട്ടിയുണ്ട്, മാളവിക എന്നാണെന്ന് തോന്നുന്നു പേര്, അതുപോലെ ജയസൂര്യ, ഇവരുടെയൊക്കെ കഥാപാത്രങ്ങളിലൂടെ, ഇവരുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെ ഇന്ദ്രൻസ്, അതുപോലെ തന്നെ പയ്യൻ്റെ പേര് ഞാൻ നീരജ് മാധവ്, അവരുടെയൊക്കെ ഒരവസ്ഥ, സീമാജി നായർ, അവരുടെയൊക്കെ ഈ ഒരു ക്ഷതത്തിൻ്റെ, രോഗം എന്ന ക്ഷതത്തിൻ്റെ മുഴുവൻ ദുരന്തം പേറുന്ന കുടുംബാംഗങ്ങൾ, അങ്ങനെ ഒരു വലിയ സ്ലൈസ് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതാണ് ജനത്തിൻ്റെ പ്രാതിനിധ്യം ഈ സിനിമയിൽ. അവർക്കാണ് ഈ അപ്പോത്തിക്കരി എന്ന് പറയുന്ന ഇമോഷണൽ കോൺസെപ്റ്റ് നഷ്ടമായി എന്ന് തോന്നുന്നത്. ആ നഷ്ടം ജനങ്ങളുടെ നഷ്ടമാണ്. ആ നഷ്ടമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. ആ നഷ്ടം നികത്തി അത് നേട്ടമാക്കി മാറ്റുന്നതിനുള്ള യാത്രയാണ് സിനിമയിലുടനീളം. എൻ്റെയും അഭിരാമിയുടെയും അതുപോലെ തന്നെ മീരാനന്ദനും ഈ പറയുന്ന ദുരന്തം പേറുന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ ആ യാത്രയിലൂടെ ഒരു കൾമിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോത്തിക്കരി എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞു തന്ന കഥയിലെ നാട്ടിൻപുറങ്ങളിലേക്ക് ജനങ്ങൾ ഹൃദയത്തിലേക്ക് കുടിയിരുത്തുന്ന ആ ഡോക്ടർ വരവായി അല്ലെങ്കിൽ വരും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് ഈ സിനിമ അവസാനം നൽകുന്നത്. എല്ലാം കാശിന് വേണ്ടിയെന്നല്ല. ഒരുപക്ഷെ ഇന്ന് ഡോക്ടർമാർ പഠിക്കാൻ വേണ്ടി 50-60 ലക്ഷം, അതിപ്പോൾ ഏതാണ്ട് 1 കോടിയോളമായിട്ടുണ്ട്, അത് നൽകി പഠിച്ച് പുറത്ത് വന്ന് അത് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം. ഇത് തന്നെ ഒരു പെൺകുഞ്ഞിനെയാണ് ഇതുപോലെ 1 കോടി കൊടുത്ത് പഠിപ്പിക്കുന്നതെങ്കിൽ പിന്നെ അതിനെ ഒരു ഡോക്ടർക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കുന്നതിന് സ്ത്രീധനത്തിൻ്റെ വകയിൽ കൊടുക്കുന്ന കോടികൾ, കാറ്, വീട്, സൗകര്യങ്ങൾ, അവർക്കുണ്ടാവുന്ന മക്കളെ വീണ്ടും ഇതിനേക്കാൾ ഉന്നതരായ ഡോക്ടേഴ്സ് ആക്കണം എന്ന് പറയുന്ന അവരുടെ ചുമട്, ഇതിനെല്ലാം പണം വേണം. അപ്പോൾ സമൂഹം തന്നെ അങ്ങനെ ഒരു ദുഷിച്ച അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. ജനിച്ചു വരുന്ന മനുഷ്യരാരും ചീത്തയല്ല, അവരെല്ലാം നല്ലവരാണ്. അവർ ചെന്ന് പഠിക്കുന്നതെല്ലാം നല്ലത് മാത്രമാണ്, നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത്. പക്ഷെ പഠിച്ച് പുറത്ത് വരുമ്പോൾ സമൂഹം, അത് ഭരണമായാലും ശരി തന്നെ, നമ്മുടെ സാമൂഹിക അന്തസ്സത്തെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ നമുക്ക് സാംസ്കാരിക മൂല്യം എല്ലാം മറന്നുകൊണ്ട് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു നിജസ്ഥിതിയുണ്ട് ചുറ്റും. അത് അവരെ കെട്ട വഴിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ട് പോകും. അങ്ങനെ പോയ ഒരു ഡോക്ടറാണ് ഇതിലെ വിജയ് നമ്പ്യാരെയാണ് ഞാൻ ഈ സിനിമയിൽ അപ്പോത്തിക്കരിയിൽ അവതരിപ്പിക്കുന്നത്. സത്യൻ മാഷും കൊട്ടാരക്കര ശ്രീധരൻ നായരും അതുപോലെ തന്നെ പ്രേം നസീറും മധുസാറും ഒക്കെ അഭിനയിച്ചതുപോലെയാണോ മമ്മൂട്ടിയും മോഹൻലാലും, അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന സോമൻ സുകുമാരനും ജയനും, അതിനു മുമ്പ് വന്ന ഒരു ഇടക്കാലത്തിൽ വന്ന സുധീർ, രാഘവൻ സാർ,
ഇവരൊക്കെ അഭിനയിച്ച അഭിനയം എന്ന് പറയുന്നത് ഇവർ തങ്ങളുടെ അഭിനയത്തിൻ്റെ ഒരു 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 ഗ്രേഡിൽ വല്ല ബന്ധമുണ്ട്. അവരെല്ലാം ഓരോ കാലഘട്ടത്തിൻ്റെയും ആ കാലഘട്ടത്തിലെ ടേസ്റ്റിനനുസരിച്ചുള്ള ആ ഓരോ കാലഘട്ടത്തിലെയും ഇമോഷൻസിന് ഒരു വ്യാഖ്യാനമുണ്ടായിരുന്നു. അമ്മ മരിച്ചാൽ കരയുന്നതിന് അളവ് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇന്ന് കരയുന്നില്ല. ഇന്ന് അമ്മ കിടന്നിരുന്നെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വന്നേനെ. എൻ്റെ അമ്മ രക്ഷപ്പെട്ടു, രോഗത്തിന് അടിമപ്പെട്ട് കിടന്നില്ല, ഞങ്ങൾക്ക് ദുഃഖം നിരന്തരം തന്നുകൊണ്ടിരുന്നില്ല, അമ്മ പോയി എന്ന് പറഞ്ഞ് സന്തോഷക്കണ്ണീരോടെ യാത്രയാക്കുന്ന ഒരു ജീവിത മുഹൂർത്തങ്ങളുടെ കാലമാണിന്ന്. അപ്പോൾ നമുക്ക് പണ്ട് വാവിട്ട് നിലവിളിച്ചിരുന്ന മക്കളെപ്പോലെയോ അല്ലെങ്കിൽ മക്കൾ പോകുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന അച്ഛനമ്മമാരെ പോലെയോ ഉള്ള ഒരു നടപ്പ് സമ്പ്രദായം ഇന്ന് സമൂഹത്തിലില്ല. അപ്പോൾ അഭിനയമെന്ന് പറയുന്നത് എപ്പോഴും ഒരു സഞ്ചാരമാണ്, പാരലൽ യാത്രയാണ്, അല്ലേ, നമ്മുടെ നടപ്പ് ജീവിതത്തിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇന്ന് അവർ ചെയ്യുന്നതാണ് ആക്ടിങ്. ആ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അതിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഈ കാലഘട്ടത്തിലേക്ക് അവരുടെ അഭിനയവുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ വിജയമായിട്ട് കാണുന്നത്. അവർക്ക് രണ്ടുപേർക്കും അതിന് കഴിയുന്നു. അവരിന്നും കറണ്ടാണ്. ആ ശ്രമമാണ് ഞാൻ ഈ സിനിമയിൽ നടത്തിയിട്ടുള്ളത്. അതിന് എനിക്ക് നല്ല 2-3 ഗൈഡ്സിനെയാണ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. ജയസൂര്യ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു നല്ല ഇൻഹറൻറ്റ് ആക്ടർ, ഉള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന ഒരു വണ്ടർഫുൾ ആക്ടറാണ്. ഒരവസരം മാത്രമാണ് പ്രധാനം. ദ റിയൽ ആക്ടർ, ദ ഫൈനസ്റ്റ് ആക്ടർ ഇൻ ഹിം വിൽ ഡെഫിനറ്റ്ലി ജംപ് ഔട്ട്. അത് ആസിഫ് അലി ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ ഒരുപാട് പഠിക്കും, നല്ല പഠനം പഠിക്കും എന്ന് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നു. അത് ജനങ്ങൾക്കും മനസ്സിലാവും. അഭിരാമി പിന്നെ ഷീ ഈസ് എ സീസൺഡ് ആക്ടർ. ഷീ ഈസ് കം ബാക്ക് വിത്ത് ഫിനസ് ഇൻ ആക്ടിങ്. നല്ല റിയൽ മദർ, റിയൽ ഡോക്ടർ, റിയൽ വൈഫ്, വളരെ ലവിങ്, ഒരു കെയർസിങ് വൈഫ് അതുണ്ട്. മീരാനന്ദൻ്റെ നമ്മുടെ ദുഃഖകഥയിലെ കണ്ണീർ നായിക എന്ന് പറയുന്ന പോലെ അതും അവളുടെ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ അഭിനയത്തിലെ ഒരു വേർഷൻ മീരയ്ക്കും നൽകാൻ കഴിയും. കവിത നായർ വാസ് സോ വെരി ഇംപ്രസീവ്. മാളവിക കൊച്ചുകുട്ടി, ഷി വാസ് വണ്ടർഫുൾ. ഇതിനകത്തെ എല്ലാം, അതുകൊണ്ട് തന്നെ ഇത് ആരുടെയും സിനിമയല്ല, എല്ലാവരുടെയും സിനിമയല്ല, ഇതിനകത്തുള്ളവരുടെ ആരുടെയും, ഇതൊരു മാധവ് രാംദാസിൻ്റെ പോലും സിനിമയല്ല. ഇത് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വളരെ ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിൽ പതിപ്പിച്ചാൽ ഇത് മനസ്സിലാവും. ഇത് നിങ്ങളുടെ പ്രേക്ഷകരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്തൊരു ഫ്രെയിമും അതിനകത്തോടുന്ന ജീവിതമായിരിക്കും സിനിമ അപ്പോത്തേക്ക്.